ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, ഇമോഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ചില സമയത്ത് നമുക്ക് ഒരുപാട് വർഷം നമ്മളോട് പരിചയം, നമ്മളെ അറിഞ്ഞും നമ്മളെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ആയിരിക്കാം. ആ വ്യക്തിയോട് പോലും നമുക്ക് തോന്നാത്ത ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിലോട്ട് കയറി വന്ന ഈ അൺഎക്സ്പെക്റ്റഡ് പേഴ്സൺ എന്ന് പറയുമല്ലോ. അങ്ങനെ ചിലവരുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ അല്ലേ. എന്താണ് അപ്പോൾ അങ്ങനെ വന്ന ചില വ്യക്തികൾ കുറച്ച് ദിവസമാണെങ്കിൽ പോലും അല്ലെങ്കിൽ കുറച്ച് സമയമാണെങ്കിൽ പോലും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സ്നേഹിച്ച് നമ്മളെ നന്നായിട്ട് കെയർ ചെയ്ത്, പക്ഷേ പതിയെ 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 ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹവും കെയറിങ് പതിയെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ആക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. ചില വ്യക്തികൾ നമ്മളോട് ആദ്യം കാണിച്ചിരുന്ന സ്നേഹവും അടുപ്പവും കെയറൊക്കെ പിന്നീട് ഒരിക്കലും അത് ഇല്ലാതാവേണ്ട വേണ്ട, ആരോട്ട് ഓവർ കമ്മിറ്റ്മെൻറ്റ്സ് വേണ്ട എന്നൊക്കെ. പക്ഷേ എന്തോ ചില സമയത്ത് നമ്മുടെ മനസ്സാകെ പെട്ടെന്ന് സ്റ്റക്കായി പോകണ പോലെ തോന്നും അല്ലേ. അപ്പം അങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ലൈഫിൽ അങ്ങനെ ചില കാര്യങ്ങളുമായിട്ട് റിലേറ്റബിൾ ചെയ്യാൻ പറ്റുമായിരിക്കാം. എത്ര ശ്രമിച്ചിട്ടും എന്തോ ചില മെമ്മറീസ്, ചില പ്രസൻസ് അല്ലെങ്കിൽ ചില ഇമോഷൻസ് എന്തോ എവിടേക്കോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ചില മീൻസ് ചില ടൈമിൽ എനിക്ക് എൻ്റേതാണെന്ന് കംഫർട്ടബിളായി ഫീൽ ചെയ്ത ചില മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിങ്ങനെ മനസ്സ് വല്ലാതെ വേദനിപ്പിക്കും. നമ്മൾ വെറും അവർക്കൊരു ജസ്റ്റ് ഒരു ഓപ്ഷൻ, ഒരു പകരം മനസ്സിലായോ. ഇപ്പം നമ്മൾ വെറും ഒരു ഓപ്ഷൻ ആയിരുന്നു എന്ന് പിന്നീട് അത് മനസ്സിലാക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മൊത്തത്തിലൊരു ചേഞ്ച് ആകുമ്പോൾ എന്നിട്ട് പിന്നീട് പറയുന്നൊരു റീസൺ ഞാൻ ഇങ്ങനെ ആണ് ശരിക്കും, പക്ഷെ നീ അതെന്നെ പൂർണ്ണമായും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നീ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്ന് കേൾക്കുമ്പോഴേ ചിരിക്കണമെന്ന് അറിയണമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അറിയില്ല, എന്തോ പെട്ടെന്ന് ഞാൻ ഡൗൺ ആയിപ്പോയി. അത് ഞാൻ ഇതുപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ, നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, ആൻഡ് അടുത്ത വീഡിയോ കാണാം.